നമസ്കാരം. ശബരിമല മുൻ തന്ത്രി കണ്ഠര് രാജീവരുടെ അറസ്റ്റും തുടർന്നുള്ള സംഭവ വികാസങ്ങളും കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 4 മണിക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ തന്ത്രിക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് അദ്ദേഹത്തെ ആകട്ടെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നു. അവിടെ വെച്ച് വിശദമായ മൊഴിയെടുത്തതിന് ശേഷം വൈകുന്നേരത്തോടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരം സബ് ജയിലിൽ പാർപ്പിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തന്ത്രിയുടെ റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ നിയമപരമായി ഏറെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണെന്ന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഭാരതീയ ന്യായ സംഹിതയിലോ മുൻപുണ്ടായിരുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലോ പറയുന്ന ഗൗരവകരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. റിമാൻഡ് ആപ്ലിക്കേഷനിൽ പ്രധാനമായിട്ടും ആരോപിച്ചിരിക്കുന്നത് ശബരിമലയിലെ താന്ത്രിക വിദ്യയിൽ വീഴ്ച വരുത്തിയെന്നും ആചാരലംഘനം നടത്തിയെന്നുമാണ്. എന്നാൽ മതപരമായിട്ടുള്ള ആചാരങ്ങളിലെ വീഴ്ചകൾ ക്രിമിനൽ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ലെന്നും മനുഷ്യ ശരീരത്തിന് ഹാനികരമായ കാര്യങ്ങൾ സംഭവിക്കാത്ത പക്ഷം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പോലീസിനോ കോടതിക്കോ പരിമിതികളുണ്ട് എന്നും നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ജാമ്യത്തിനായിട്ട് ഈ പോരായ്മകൾ കോടതിയിൽ ഉന്നയിക്കാനാണ് പ്രതിഭാഗത്തിൻ്റെ നീക്കം. ശബരിമലയിലെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ തന്ത്രിയുടെ പങ്കിനെക്കുറിച്ചും വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ പൂജകളും ആചാരപരമായിട്ടുള്ള കർമ്മങ്ങളും നിർവഹിക്കുക അതിൽ കവിഞ്ഞ് അവിടെ യാതൊരുവിധ അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങളും തന്ത്രിക്കില്ലെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മെമ്പർമാർ, ദേവസ്വം മന്ത്രി എന്നിവർ ഉൾപ്പെടുന്ന ഭരണ സംവിധാനമാണ് ക്ഷേത്രത്തിലെ സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളുമൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നത്. അതിനാൽ തന്നെ സ്വർണ്ണപ്പാളികൾ മോഷണം പോയ സംഭവത്തിൽ തന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ശ്രീകോവിൽ പൂട്ടിപ്പോകുന്ന തന്ത്രിക്ക് പിന്നീട് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളിൽ പങ്കില്ലെന്നുമാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. തന്ത്രിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ശബരിമലയിലെ പ്രധാന തന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് കൃത്യമായ ശമ്പളവും മറ്റു വരുമാന മാർഗങ്ങളുമുണ്ട്. കൂടാതെ മണ്ഡലകാലം കഴിയുമ്പോൾ വിവിധ ക്ഷേത്രങ്ങളിൽ അദ്ദേഹം നടത്തുന്ന സന്ദർശനങ്ങളിലൂടെയും ദക്ഷിണയായും ഒക്കെ തന്നെ വലിയൊരു തുക അദ്ദേഹത്തിന് ലഭിക്കാറുണ്ട്. സാമ്പത്തികമായി ഭദ്രമായ സാഹചര്യമുള്ള ഒരാൾ ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കാൻ കൂട്ടുനിൽക്കുമെന്ന് കരുതുന്നത് യുക്തിക്ക് നിരക്കാത്തതാണെന്ന് ഹൈന്ദവ സംഘടനകളും വാദിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നയാളെ സഹായിയായി കൊണ്ടുവന്നതിൽ തെറ്റില്ലെന്നും എന്നാൽ സ്വർണ്ണമോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അറിവില്ലാതെ സാധിക്കില്ലെന്നും അവർ ആരോപിക്കുന്നു. തന്ത്രിയെ ജയിലിലേക്ക് മാറ്റിയതിന് പിന്നാലെ അദ്ദേഹത്തിന് കഠിനമായ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയായിരുന്നു. രക്തസമ്മർദ്ദത്തിലുണ്ടായ പെട്ടെന്നുള്ള വ്യതിയാനത്തെ തുടർന്ന് അദ്ദേഹത്തെ ആദ്യം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും പിന്നീട് സ്ഥിതി ഗൗരവമായതിനാൽ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്കും മാറ്റുകയായിരുന്നു. തടവിൽ കഴിഞ്ഞ ആദ്യ രാത്രിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇതിനിടെ ഈ അറസ്റ്റ് ഒരു രാഷ്ട്രീയ പകപോക്കലാണെന്ന ആരോപണം ഹൈന്ദവ സംഘടനകൾ ശക്തമാക്കിയിട്ടുണ്ട്. യുവതീ പ്രവേശന വിഷയത്തിൽ തന്ത്രി സ്വീകരിച്ച നിലപാടും ശുദ്ധിക്രിയകൾ നടത്തിയതുമൊക്കെ തന്നെ ഇടതുപക്ഷ സർക്കാരിന് അദ്ദേഹത്തോടുള്ള വിരോധത്തിന് കാരണമായെന്നും അതിൻ്റെ തുടർച്ചയാണ് ഈ നടപടിയെന്നുമാണ് ഇവരുടെ വാദം. അറസ്റ്റിന് പിന്നാലെ ചെങ്ങന്നൂരിലെ തന്ത്രിയുടെ വസതിയിൽ SIT നടത്തിയ പരിശോധനയും വിവാദങ്ങൾക്ക് ഏറെ വഴിവെച്ചു. 8 അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡ്, ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നവരെ പോലീസ് പുറത്താക്കിയ നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. തന്ത്രിയുടെ മരുമകളും അഭിഭാഷകയുമായിട്ടുള്ള യുവതിയെ റെയ്ഡ് നടക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പുറത്താക്കിയത് വലിയ തർക്കത്തിന് കാരണമായി. നിയമപ്രകാരം വീട്ടുടമസ്ഥൻ്റെയും സാക്ഷികളുടെയോ സാന്നിധ്യത്തിൽ മാത്രമേ പരിശോധന നടത്താൻ പാടുള്ളൂ എന്നിരിക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ നടപടി പിന്നീട് തിരുത്തുകയും അവരെ വീട്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. റെയ്ഡിൽ എന്തെങ്കിലും നിർണായക രേഖകൾ ലഭിച്ചോ എന്ന കാര്യത്തിൽ വ്യക്തത ഇനിയും വരേണ്ടതായിട്ടുണ്ട്. ഈ കേസിലെ മറ്റു പ്രതികളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും നടത്തിയ സ്വർണ്ണക്കടത്തിന് തന്ത്രിയുടെ അനുവാദം ലഭിച്ചിരുന്നോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കേസിൻ്റെ ഭാവി. സ്വർണ്ണപ്പാളികൾ കടത്തിയതിലൂടെ ലഭിച്ച പണം തന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഇത്തരത്തിലുള്ള പണമിടപാടുകൾ നടന്നതിന് ഇതുവരെ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. തനിക്ക് ഈ സംഭവത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലെന്നാണ് തന്ത്രി മാധ്യമങ്ങളോട് ആവർത്തിച്ച് പറയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കോടതി നടക്കുന്ന വാദപ്രതിവാദങ്ങൾ കേസിൽ നിർണായകമായി മാറും. ഈ വരുന്ന 13-ാം തീയതിയാണ് തന്ത്രിയുടെ ജാമ്യാപേക്ഷയിൽ കോടതി അന്തിമവാദം കേൾക്കുന്നത്. അന്ന് SIT പ്രോസിക്യൂട്ടർ തൻ്റെ വാദങ്ങൾ നിരത്തുമ്പോൾ തന്ത്രിക്കെതിരെ എന്തൊക്കെ തെളിവുകളാണ് ഉള്ളതെന്ന് വ്യക്തമാകുന്നതാണ്. നിലവിൽ തന്ത്രിയുടെ ആരോഗ്യസ്ഥിതി മോശമായതും കുറ്റപത്രത്തിലെ നിയമപരമായിട്ടുള്ള ബലക്കുറവും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. താഴ്മൺ മഠമോ പന്തളം കൊട്ടാരമോ ഇതുവരെ ഔദ്യോഗികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഹൈന്ദവ സംഘടനകൾ നിയമപരമായിട്ടും രാഷ്ട്രീയമായും ഈ നീക്കത്തെ നേരിടുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ നിലകൊണ്ട തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കിയതാണോ അതോ മോഷണത്തിൽ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് വരും ദിവസങ്ങളിൽ അതിൻ്റെ ഉത്തരം കൃത്യമായി ലഭിക്കുന്നതായിരിക്കും.